കേരളത്തിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഈ ഗർഭാശയ ഗളം സർവൈക്കൽ ക്യാൻസർ അത് കേരളത്തിലെ സ്ത്രീകൾക്കിടയിൽ കുറഞ്ഞു വരുന്നു. ഗർഭാശയ ഗള ക്യാൻസർ അല്ലെങ്കിൽ സർവൈക്കൽ ക്യാൻസറിൻ്റെ കാരണങ്ങളായിട്ട് ഇപ്പം നമ്മൾ ഏറ്റവും അധികം തിരിച്ചറിഞ്ഞിരിക്കുന്നത് പാപ്പിലോമ വൈറസ്, ഹ്യൂമൻ പാപ്പിലോമ വൈറസ്. ഇതൊരു സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസായിട്ട് വരുമ്പോൾ അപ്പോൾ പുരുഷൻ്റെ ലിംഗാഗ്രത്തിൽ ചർമ്മത്തിലാണ് ഈ പാപ്പിലോമ വൈറസിൻ്റെ താവളം. അപ്പം ഈ സർക്കംസിഷൻ ചെയ്യാത്ത ഒരു പുരുഷനുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയോ അല്ലെങ്കിൽ ധാരാളം പുരുഷന്മാരുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയുന്നവർക്ക് ഈ പാപ്പിലോമ വൈറസ് പിടിപെടാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ കേരളത്തിൽ ഈ സർവൈക്കൽ ക്യാൻസർ കുറഞ്ഞ നമ്മുടെ വിജയരഹസ്യം തന്നെയാണ്. നമ്മളെ തന്നെ അഭിനന്ദിക്കേണ്ട. കാരണം ഉയർന്ന അവബോധം സൃഷ്ടിക്കാൻ നമുക്ക് കഴിഞ്ഞു. പണ്ടത്തെ പോലെയല്ലേ ഇപ്പോൾ എല്ലാ സ്ത്രീകളും വിദ്യാഭ്യാസമുള്ള പ്രത്യേകിച്ചും ഗൈനക്കോളജിനെ കാണാൻ പോകുന്നുണ്ട്. ചെറിയ എന്തെങ്കിലും ഡിസീസ് കണ്ട ഒരു അപാകത കണ്ടാൽ ചികിത്സിച്ച് ഭേദമാക്കുന്നുണ്ട്. വ്യക്തിപരമായ ശുചിത്വം പാലിക്കുന്നുണ്ട്, കോണ്ടം ഉപയോഗിക്കുന്നുണ്ട്, പാപ്പിലോമ വാക്സിൻ എടുക്കുന്നുണ്ട്. ഇതിനൊക്കെ പുറമെ അടുത്ത കാലം വരെ നമ്മുടെ നാട്ടിലെ ഏറ്റവും സർവ്വസാധാരണമായ ഒരു സർജറിയാണ് ഹിസ്റ്ററക്ടമി. അപ്പം ആവശ്യത്തിനോ അനാവശ്യത്തിനോ യൂട്രസ് അങ്ങ് എടുത്ത് കളഞ്ഞു. അപ്പോൾ ഈ പൊനം അങ്ങ് പോയപ്പോൾ പിന്നെ പാമ്പിന് കയറിയിരിക്കാൻ സ്ഥലമില്ല.